ഈ ഭൂതകാലത്തെ സുരഭിലതകളെ, സൗഭാഗ്യങ്ങളെ, അതിൻ്റെ എല്ലാ ചാരുതയോടും അതിൻ്റെ എല്ലാ നന്മകളോടും അതിൻ്റെ എല്ലാ ദൃശ്യഭംഗികളോടും സൗന്ദര്യാത്മകതയോടും പുനരാവിഷ്കരിക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരം അതിൻ്റെ മഹോന്നത സ്ഥാനത്തെത്തുന്നത്. എനിക്ക് ഈ അടുത്ത കാലത്ത് വളരെ സന്തോഷം തോന്നിയ ഒരു വാർത്ത, നമ്മുടെ സിനിമയിലെ പഴയ തലമുറയുടെ സ്വപ്നപുരുഷനായിരുന്ന, മറ്റേ വാക്ക് ഞാൻ ഉപയോഗിക്കാത്തതാണ്, അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ആളിനെ മനസ്സിലാവും, നിത്യ ഹരിത നായകനായിരുന്ന പ്രേം നസീർ. എന്തൊരു സൗന്ദര്യമായിരുന്നു പ്രേം നസീറിന്. പ്രേം നസീറിനെ കുറിച്ച് ബഷീറല്ലേ പറഞ്ഞത്, വൈക്കം മുഹമ്മദ് ബഷീർ? കടലും ആനയും പ്രേം നസീറും, ഇവരെ 3 പേരെയും എത്ര നേരം നോക്കിയിരുന്നാലും മതി വരില്ല. കടൽ, സമുദ്രം ഇങ്ങനെ ആർത്തലച്ച് തിരമാലകൾ കൊണ്ട് നമ്മളെ വന്ന് ഉപ്പുപരലുകൾ വിതറി സ്വാഗതം ചെയ്ത് കടന്നു പോകുന്ന കടൽ. ആന, അരിക്കൊമ്പനല്ല, സാധാ കൊമ്പൻ. ആന ഏത് ആംഗിളിൽ നോക്കിയാലും സൗന്ദര്യമല്ലേ? ആനയെ വരയ്ക്കാൻ എളുപ്പമാണ്. ഒരു മതിലിൻ്റെ അപ്പുറത്തൊരു ഇട്ടാൽ ആന അതിലേ പോകുന്നു എന്നർത്ഥം. അങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും സൗന്ദര്യം തുളുമ്പുന്ന, വളരെ ആകർഷകമുള്ള, രൂപ പൊലിമയുള്ള ഒന്നാണ് ആനയെങ്കിൽ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും സുന്ദരനാണ് പ്രേം നസീർ. ചില നടന്മാർക്ക് ചില സൈഡേ കാണിക്കുള്ളൂ, മറ്റേ സൈഡ് കൊള്ളില്ല. അവർ കൂടുതലും ശ്രദ്ധിച്ചാൽ അറിയാം, ചില സൈഡാണ് അവർക്കിഷ്ടം, സൂപ്പർ സ്റ്റാറുകൾക്ക് വരെ. പക്ഷേ ഏത് സൈഡും കൊള്ളാവുന്ന ഒരു നടനായിരുന്നു പ്രേം നസീർ. ഞാൻ പ്രേം നസീറിനെ കുറിച്ച് പറഞ്ഞത് മഹാബലിയുമായി ബന്ധപ്പെടുത്താനല്ല. വേണമെങ്കിൽ പ്രേം നസീറിനെ മഹാബലിയായി സങ്കല്പിക്കാമെന്നതിലും തെറ്റൊന്നുമില്ല. പക്ഷേ പ്രേം നസീറിൻ്റെ വീടുണ്ടല്ലോ, ചിറയൻകീഴുള്ള വീട്, അദ്ദേഹത്തിന് വേണമെങ്കിൽ മദ്രാസിൽ വീട് വാങ്ങാമായിരുന്നു, MGRൻ്റെ വീടിനടുത്ത് വാങ്ങാമായിരുന്നു, ശിവാജി ഗണേശൻ്റെ വീടിനടുത്ത് വീടുണ്ടാവും. പക്ഷേ തൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹം ഒരു വീട് പണിയിച്ചു. ആളുകൾ പറയുന്നു, ആ നാട്ടുകാർ പറയുന്നു, അന്ന് ഈ 2 നില വീട് അത്ര സാധാരണമല്ല. ഇപ്പോൾ 2 നില എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്ക് ഏതാണ്ട് നമ്മളെക്കാൾ അല്പം കൂടെ പൊക്കേ ഉള്ളൂ. കാരണം ഈ 2 നിലയുടെ 3 നിലയുടെ റേഞ്ച് വെച്ച് 8 നില കെട്ടാൻ വേണ്ടി ചെറിയ ചെറിയ തട്ടുകളായിട്ട് ആണ് ഇപ്പോൾ വീട് വയ്ക്കുന്നത്. ഇടയ്ക്ക് ഞാനൊരു വീട്ടിലോട്ട് നോക്കിയപ്പോൾ 1-ാമത്തെ നിലയ്ക്ക് പൊക്കമുണ്ട്, 3-ാമത്തെ നിലയ്ക്ക് പൊക്കമുണ്ട്, 2-ാമത്തെ നില ആരോ കൊട്ടുവടിയിട്ട് അടിച്ച പോലെ താഴ്ന്നിരിക്കുന്നു. ഇത് വലിയ രമ്യഹർമ്മ്യം, ഒത്തിരി മുറികളുള്ള വീട്. മെരിലാൻഡിലാണ് ഷൂട്ടിംഗ് നടക്കുന്നതെങ്കിൽ അദ്ദേഹം 2-2.5 മണിക്കൂർ യാത്ര ചെയ്ത് അംബാസഡർ കാറിലോ അന്നത്തെ കാറിൽ അദ്ദേഹം വീട്ടിൽ വന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നാടിനോടുള്ള സ്നേഹമാണ്, നാടിനോടുള്ള അടിവേരുകളോടുള്ള ആ ഒരു ആർജവമാണ്. ആ വീട് പ്രേം നസീറിനെ നമുക്കിഷ്ടമാണ്, നമ്മുടെ ഭരണാധികാരികൾക്ക് ഇഷ്ടമാണ്. എങ്കിലും ആ വീട് ആരും ഏറ്റെടുത്തുമില്ല, പുതുക്കിയുമില്ല, പരിഷ്കരിച്ചുമില്ല. നമ്മുടെ ആൾക്കാർക്ക് വന്ന് കാണാൻ പറ്റുന്ന വിധത്തിൽ ടൂറിസത്തിൻ്റെ ഒരു അംശമാക്കി മാറ്റിയതുമില്ല. ഇപ്പോൾ വീട് പുനരുദ്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, വീട് പുതുക്കി പണിയുന്നു, പുതുതായിട്ടൊന്നും പണിയുന്നില്ല. വീടിലെ ഫ്ലോറെല്ലാം ഏറ്റവും പുതിയ ടൈൽസ് കൊണ്ട്, ഏറ്റവും പുതിയ ടെക്സ്ചർ കൊണ്ട് ഭിത്തികളെല്ലാം അതിമനോഹരമായിട്ട് പുതുക്കുന്നു. അതിൻ്റെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. ചെയ്യുന്നത് ഗവൺമെൻറ് അല്ല, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകളാണ്. ആ കൊച്ചുമകൾക്ക് തോന്നി മലയാളത്തിലെ ഒരു സമൂഹത്തെ, പെണ്ണുങ്ങളെ സംബന്ധിച്ച് 4-5 തലമുറയാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. 4-5 തലമുറ. മുത്തശ്ശി ആരാധികയാണ്, കൊച്ചുമകളും ആരാധികയാണ്. ആ തരത്തിൽ ഇപ്പോഴും അങ്ങനെയുള്ള വിദ്വാന്മാരുണ്ട്. എങ്കിലും അന്ന് അദ്ദേഹം അങ്ങനെ എല്ലാവരെയും ആകർഷിച്ച നമ്മുടെ പ്രേം നസീർ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വെച്ച ആ ഭവനം അത് പുനർനിർമ്മാണം ചെയ്ത്, ബ്യൂട്ടിഫൈ ചെയ്ത്, മോഡിഫൈ ചെയ്ത് അതിനെ സൗന്ദര്യവൽക്കരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നു. എന്താണ് എൻ്റെ പ്രിയപ്പെട്ട മനോജ് പറഞ്ഞത്? സ്നേഹമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്ദേശം. സ്നേഹം എന്ന് പറയുന്നത് തോട്ടങ്ങളിൽ വളരുന്നില്ല, പാടങ്ങളിൽ വിളയുന്നില്ല, കമ്പോളങ്ങളിൽ വിൽക്കപ്പെടുന്നില്ല. സ്നേഹം മനസ്സിൻ്റെ ആർദ്രതയിലാണ് രൂപം കൊള്ളുന്നത്.